ഹലോ ഗൈസ്, GTA 5 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുക നമ്മുടെ GTA 5 മിഷൻ ആയിട്ടല്ല കേട്ടോ ഗൈസ്. അതായത് നമ്മുടെ സിറ്റിയിൽ എന്ന് പറയുമ്പോൾ പാവങ്ങളൊക്കെ പോലീസുകാർ ഉപദ്രവിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവർ നല്ല പാവങ്ങളുടെ കേസൊന്നും ഏറ്റെടുക്കണില്ല എന്ന് കേട്ടു. അപ്പോൾ അവൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സിറ്റിയിലെ അനീതിക്കെതിരെ നമ്മൾ പ്രതിരോധിക്കാനായിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈക്കിളായിട്ട് ചെന്നാൽ നമ്മളവർ വെടിവെച്ചുല്ലും. അപ്പോൾ നമ്മൾ ആവാൻ പോണ ആരായിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർമാൻ ആവാൻ പോകാൻ കേട്ടോ ഗൈസ്. നമ്മുടെ സൂപ്പർമാനായിട്ട് നമ്മുടെ കള്ള പോലീസുകളൊക്കെ നമ്മൾ അടിച്ചിടാൻ പോകാൻ കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ സൂപ്പർമാനാണ്. നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ സൂപ്പർമാൻ ആകുമ്പോൾ നിങ്ങൾ വേഗം ലൈക്ക് അടിച്ചോ. 3, 2, 1. ഓ ഗൈസ്, കണ്ടൈസ് നമ്മളെന്തായാലും സൂപ്പർമാനായിട്ടുണ്ട് ഗൈസ്. കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്യൂട്ടും മുഖവും ഷേപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് പറക്കാൻ പറ്റുമോ നോക്കണ്ട ഗൈസ്. ഇതാ പ്ലെയിനൊക്കെ പോണു ഗൈസ്. നമ്മൾ പറക്കണണ്ട ഗൈസ്. എൻ്റെ അമ്മ സ്പീഡ് നോക്കുക ഗൈസ്. നമ്മൾ ഒറ്റയടിക്ക് പ്ലെയിൻ്റെ അടുത്തേക്ക് എത്തി. പ്ലെയിനോടെ വാട്ട് ഗൈസ്, സൂപ്പർമാൻ ഒന്ന് ഒറ്റയടിക്കണ്ട ഗൈസ്. പ്ലെയിനൊക്കെ പറക്കണ പ്ലെയിനാണ് കേട്ടോ ഗൈസ്. അത് ദാണ്ട താഴേക്ക് പോണു. എൻ്റെ അമ്മ സൂപ്പർമാൻ്റെ പവറൊക്കെ ഗൈസ്. എൻ്റെ അമ്മ ഇതാ പ്ലെയിനിന്ന് തീയൊക്കെ പോണു, അല്ല പുക പോണു. ഇതാ പ്ലെയിൻ താഴേക്ക് പോണു ഗൈസ്. എൻ്റെ അമ്മ ഗൈസ്, നമ്മുടെ സൂപ്പർമാൻ്റെ പവർ ഉണ്ട് ഗൈസ്. ഇതാ പ്ലെയിൻ താഴേക്ക് പോണു നോക്കി പമ്പരം ഇറങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും സ്പീഡ് നോക്കാം കേട്ടോ. നമ്മുടെ സ്പീഡ് നോക്കുക ഗൈസ്. നിങ്ങൾ മാപ്പിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്പീഡ് എന്തോരം ഉണ്ടെന്ന്. ഇങ്ങനെ നോക്കി മനസ്സിലാവാൻ ചാൻസ് കുറവ്. നിങ്ങൾ മാപ്പിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്പീഡ് നോക്കുക ഗൈസ്. ഒറ്റയടിക്ക് നമ്മൾ ഫുള്ള് പറന്നുകൊണ്ട് കാണട്ടെ ഗൈസ്. സ്പീഡ് ഉണ്ടോ എൻ്റെ അമ്മോ. നമ്മൾ നോക്കി താഴേക്ക് നോക്കി കാണാൻ പറ്റൂട്ടോ നമ്മുടെ സ്പീഡ്. സൂപ്പറാണ്. പോകണോ കേസ് ലുട്ടാപ്പി കുന്തത്തിൽ പോകണമല്ലോ. ഗൈസ്, നമ്മൾ തന്നെ താഴേക്കൊന്ന് ലാൻഡ് ചെയ്യപ്പുണ്ട് ഗൈസ്. അവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞു. ഇടിച്ചോ വാട്ട് ഗൈസ്. എന്തുട്ട് എൻ്റെ അമ്മ ഗൈസ്, നമ്മൾ ഭൂമിയുടെ താഴേക്ക് വരെ പോയിട്ട് നമ്മൾ ഒറ്റയടിക്ക് കാറൊക്കെ പൊട്ടി തിരിക്കണു ഗൈസ്. കാറൊക്കെ തെറിച്ചു പോണു. പവറൊക്കെ സൂപ്പർമാൻ്റെ പവറുണ്ട്. എന്തൊരു മൈൻഡില്ലാത്ത ചേച്ചി, എന്താ കണ്ടിട്ടൊരു മൈൻഡില്ല അല്ലേ? എനിക്കെന്തത്ര മൈൻഡില്ലാത്ത ഇത്ര ജാട ഫോൺ നോക്കിക്കണ അല്ല. പറന്നു ഗൈസ്. എൻ്റെ അമ്മ നമ്മുടെ ഫുൾ സ്പീഡൊക്കെ ഗൈസ്. നമ്മൾ ഒറ്റ പറക്കലുണ്ട്. അടുത്ത പ്ലെയിൻ താറ്റാ ബൈ ബൈ. കൊണ്ടില്ല കേട്ടോ അത് കൊണ്ട് ഗൈസ്. നമുക്ക് പ്ലെയിനെക്കാട്ടൊക്കെ സ്പീഡുണ്ട്. 10 ഇരട്ടി സ്പീഡാണ് നമുക്ക്. പ്ലെയിനൊക്കെ അവിടെ താഴെ പൊട്ടിയുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും ഇപ്പോൾ പോണത് എയർപോർട്ടിലേക്കാണ് കേട്ടോ ഗൈസ്. കാരണം അവിടെയാണ് മെയിനായിട്ട് പോലീസുകാരൊക്കെ ഉണ്ടാവുക. ഇവിടെ ചെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പോലീസുകാർ വന്നോളൂ. ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്കൈൻ്റെ അകത്തൊക്കെ പോയിട്ടേ സ്പീഡ് കാരണം ഗെയിം അടക്കം ഗ്ലിച്ചടിച്ച് പോണു ഗൈസ്. എൻ്റെ അമ്മ ഇതാ അടുത്ത പ്ലെയിനെ പോയി ഇടിക്കാട്ടോ. പ്ലെയിൻ ഇടിക്കുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടല്ലോ ഗൈസ്. എൻ്റെ അമ്മോ ഗൈസ്, പ്ലെയിൻ കറങ്ങി പറന്നു പോയിട്ട് ഗൈസ്. ലാൻഡ് ചെയ്യേണ്ട പ്ലെയിനാണ് നമ്മൾ തിരിച്ച് പറത്തി വിട്ടു. നമ്മുടെ ഫുൾ സ്പീഡ് ഒക്കെ ഗൈസ്. നമ്മളവിടെ ഇടിച്ച് കയറാൻ പോകട്ടോ. എൻ്റെ അമ്മയുടെ പൊട്ടി പൊളിഞ്ഞു. ഇതാ പോലീസുകാരൊക്കെ വന്നിട്ട് ഹെലികോപ്റ്റർക്കാരെ കൊണ്ടില്ലാട്ടോ നൈസായിട്ട്. ഇത് ഉന്നങ്ങൾ കൺട്രോൾ ചെയ്യാൻ പാടാണ് കേട്ടോ ഗൈസ്. ഉന്നം വെക്കണ പോലെ കൊണ്ടില്ല. ഇത് ഭയങ്കര പാടാണ്. നമുക്ക് ഇടിച്ചോക്കാം അവിടെ. പോണ്ട് ഗൈസ്. ഹെലികോപ്റ്ററൊക്കെ പോണു ഗൈസ്. ഹെലികോപ്റ്റർ വേണോ പറന്നു പോയി അപ്പുറത്തേക്ക്. അടുത്ത ഹെലികോപ്റ്റർ വരുന്നു. അങ്ങനെ കത്തിച്ചു വിടാൻ വേണ്ടി കാണിച്ചു കൊടുക്കാം നമ്മൾ ആരെന്ന്. നിങ്ങൾക്കൊക്കെ വിലയില്ല മനുഷ്യന്മാരെ ഉണ്ട് ഗൈസ്. നമ്മൾ ഹെലികോപ്റ്ററൊക്കെ അടിച്ച ചമ്മന്തി ആക്കാണ്ട ഗൈസ്. സ്പീഡ് കാരനെ ഗെയിം തന്നെ ലോഡാവണില്ലേ. സൂപ്പർമാൻ നടക്കണ പോലെ തന്നെ ഉണ്ട് ഗൈസ്.
എൻ്റെ അമ്മോ. ഓക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും മേലിൽ നിന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ. താഴെ വീണ് എന്താ സംഭവിക്കാം നോക്കാം. സാധാരണ മനുഷ്യനാണെങ്കിൽ ചാവും. ഓ എൻ്റെ അമ്മോ, നമ്മൾ ചാടി സ്ഥലത്തിന് കേട്ടോ ചാടി. അതുകൊണ്ട് കുറച്ച് പൊട്ടൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓ താഴെ പൊട്ടിച്ചിട്ടൊക്കെ വയസ്സ് പോണ്. ഹെലികോപ്റ്റർ പ്ലെയിൻ നമ്മൾ ഇടിക്കാൻ പോട്ടെ വയസ്സ്. ഓ ഇടിച്ച പ്ലെയിൻ ആരെ ഒറ്റ കൊടുക്കട്ടെ വയസ്സ്. ആരെ പ്ലെയിനെ എന്തോ കേസ് പ്ലെയിനൊക്കെ പ്ലെയിന് ഒറ്റ ഇടിക്കൊക്കെ പ്ലെയിനൊക്കെ നീങ്ങണം നമ്മുടെ ഒറ്റ ഇടിക്ക്. അല്ല പിന്നെ നമ്മുടെ അടുത്ത കളി കേസ്. ഓ പ്ലെയിൻ ഒറ്റ ഇടിക്ക് പറന്നു പോണൊക്കെ കേസ്. പ്ലെയിന് പറക്കാനിപ്പോൾ പ്ലെയിൻ തന്നെ പുറത്ത് നമുക്കും പറ്റൂട്ടെ. തകർത്തിരിക്കണതിൻ്റെ സൂപ്പർമാൻ്റെ റണ്ണിങ് സ്പീഡ് ഉണ്ട് ഗൈസ്. റണ്ണിങ് സ്പീഡൊക്കെ എന്ത് സ്പീഡിൽ ഓടണണ്ട. ഓ ബൈക്കിൻ്റെ അത്ര സ്പീഡിന് ഇട്ട ഈ പോലീസുകാരന്മാരെനിക്ക് ഇവരെ കണ്ണെടുത്താണ് ഗൈസ്. ഇവർ ദുഷ്ടന്മാരെ. നമ്മളവരെ ജമ്മന്തി ആക്കിയിട്ടുണ്ട്, ജാമാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഓ കാറൊക്കെ ഇടിച്ച് തെറിക്കണോ ഗൈസ്. നമ്മൾ കാറിനടുത്ത് അലക്കിക്കൊണ്ട് നിൽക്കുക. തുണി അലക്കണമായിട്ട് അലക്കിക്കൊണ്ട് നിൽക്കുക ഗൈസ്. ഇതാക്കണം അടുത്ത ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ കണ്ണെടുത്തോണ്ട് കാണിച്ചാറ് സോറി. അല്ല ഒറ്റ ചവിട്ടുന്നത് ആവുകയാണ് ഗൈസ്. അല്ല ഗൈസ് നമ്മുടെ അടുത്ത കളി. ഓ നമ്മൾ പൊട്ടണുണ്ട് ഗൈസ്. നമ്മളവിടെ ഇറങ്ങിയാൽ മതി അപ്പോൾ പൊട്ടും. ഇടിച്ച് ഇവിടെ പ്ലെയിനൊക്കെ ഉണ്ട് കേട്ടോ. പോലീസുകാരവിടെ കമോൺ. അതുകൊണ്ട് ഗൈസ് പോലീസുകാർ കറക്റ്റ് പൊട്ടിച്ച് നമ്മുടെ പവറുണ്ട് ഗൈസ്. ഓ പോലീസുകാരൊക്കെ പേടിച്ച് പോണു. നമ്മളെ അടുത്തേക്കൊന്നും വരുന്നില്ല കേട്ടോ ആരും. എന്താ പോലീസുകാർ അവർക്ക് തന്നെ പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അവർ നമ്മളെ അടുത്ത് പോലും വരില്ലേ. അപ്പോഴേ കണ്ട ഗൈസ് അവർ നമ്മളെ മിന്നാൻ പോലെയാണ്. ബസ്സൊക്കെ പോണു സൈഡിലൂടെ. പറന്നോ കത്തിച്ച് വിടണുണ്ടോ ഗൈസ് സ്പീഡ്. ഓ ഇതാ ഒരു പ്ലെയിമൊക്കെ ഉണ്ട് അവിടെ. എൻ്റെ മുന്നേ നമുക്ക് അങ്ങോട്ട് പോകണ്ട. നമ്മുടെ സ്പീഡ് കാരണം നോക്ക് ഗൈസ് ഗെയിമൊന്നും ലോഡാവണമില്ല. ഓ ഇത്ര ഭയങ്കര പറക്കാൻ നോട്ടോ ഗൈസ്. നമ്മൾ സൂപ്പർമാൻ നോക്ക് ഗൈസ്. ലുക്കൊക്കെ നോക്ക് നാട്ടക്കണ ഉണ്ടാവുക. ആ ഒരു ഗെറ്റപ്പ് ഉണ്ട് കേട്ടോ ഗൈസ്. ഓ പോലീസുകാരവിടെ എനിക്ക് അവരെ കാണണം. അവർ മനുഷ്യന്മാരെ ദ്രോഹിച്ച ആൾക്കാരാ. ഇവർ നിറയെ മനുഷ്യന്മാരെ വെറുതെ കൊന്നടിക്കുന്നുണ്ട് കേട്ടോ. ഈ പ്ലെയിനൊന്നും പറ്റാത്തത് എന്താടൊരു വില വരാത്ത. നീ എന്താടൊന്നും പറക്കാത്ത നീ. ഈ പ്ലെയിനൊന്നും പറ്റിയില്ല കേട്ടോ. നമ്മൾ അതിനെ പറത്തി വിടാൻ നോക്കിയത്. ഇടിച്ചു നോക്കാം നമുക്ക് അതിൻ്റെ മേലിൽ. ഓ പ്ലെയിനൊന്നും പറ്റണില്ലല്ലോ വയസ്സ്. എടാ പ്ലെയിനൊരു വിലതാടാ. ഓ ഹെലികോപ്റ്ററുകാർ അവരെന്നെ താഴേക്ക് പാടാ നിങ്ങൾ. എല്ലാം നൈസ് നമ്മുടെ അടുത്ത കളി. പ്ലെയിൻ നൈസായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പ്ലെയിൻ നമ്മൾ ആരാ മനസ്സിലായിട്ടില്ല. അവിടെ പോലീസുകാരവിടെ അതാ നിൽക്കണു. നിങ്ങളെ കാണിച്ചു തരാം ഞങ്ങൾ എല്ലാം. ഓഫ് ലേസറൊക്കെ വിടും കേട്ടോ. അത് ഓട്ടോമാറ്റിക്കായിട്ട് വിടണം ലേസറൊക്കെ. നമ്മളെല്ലാം കൺട്രോൾ ചെയ്യണം. അവിടെ പോലീസുകാരെ നിങ്ങൾ എന്തിനു പാവണം പുറത്തേക്ക് ഇറങ്ങും അല്ല. ഓ വൈസ് കാറ് പറക്കലുണ്ടോ വൈസ്. ഓ എന്താ ഹെലികോപ്റ്ററിനായിട്ട് ആയിട്ടില്ലാണ്ട് വൈസ് കാറ് പറന്ന്. ഓ എൻ്റെ അമ്മ നമ്മുടെ പവറുണ്ട് വൈസ്, ശക്തിയുണ്ട്. ഓ ഇതാ പ്ലെയിൻ വരുന്നു വൈസ്. ഹലോ നമുക്കെങ്ങനെയാണ് നമുക്കൊരു കാര്യം കേട്ടോ വൈസ്. പ്ലെയിന് നമ്മുടെ മേത്ത് അതായത് ഒരു കാറ് കല്ലിൻ്റെ മേത്ത് എങ്ങനെ വരണോ അതുപോലെ നോക്കട്ടെ വൈസ്. നമുക്ക് എന്തെങ്കിലും എടുക്കാം. പ്ലെയിൻ എന്ത് നമുക്ക് നോക്കാം. അത് ശരി അവിടെ വാട്ട് പ്ലെയിനെ കാണാനില്ല കേട്ടോ. ബൈ ദ വേ പ്ലെയിനവിടെ പ്ലെയിനെ കാണാനില്ലല്ലോ. വാട്ട് ഗൈസ് പ്ലെയിൻ തോണ്ട നമ്മുടെ മേലിക്കൂടെ കയറി ഗൈസ്. ദ പ്ലെയിൻ തെറിച്ചു പോയി. എൻ്റെ അമ്മോ പൊട്ടി തെറിച്ചു വീണിട്ട്.
എവിടെ പ്ലെയിൻ വീണ്ടും കാണാണ്ടായി. അതാ പോണു. എൻ്റെ അമ്മ ചിറകൊക്കെ പൊട്ടിയിട്ടാ ഗൈസ്. നമ്മളെങ്ങനെയാണ് ഒരു ബൈക്ക് കല്ലിൻ്റെ മേലിൽ കൂടെ ചാടണേ അതുപോലെയാണ് കേട്ടോ പ്ലെയിൻ നമ്മുടെ മേലിൽ കൂടെ കയറിപ്പോയത്. ഇതാ പോണു. പുറത്തേക്ക് ഉണ്ടായിട്ടോ അവിടെ ഇടിച്ചിടിച്ച് പരത്താൻ കേട്ടോ ഗൈസ്. എന്നാലും ഗൈസ് പ്ലെയിൻ നമ്മുടെ മേലിൽ കൂടെ കയറിയിട്ട് നമുക്കൊന്നും പറ്റിയില്ല. പ്ലെയിൻ തെറിച്ച് അപ്പുറത്തെ വീട്ടിൽ പോയി. ഓ ലേസർ വിടാട്ടോ. ഓ എനിക്ക് തോന്നുന്നു ആ മഞ്ഞ സാധനം വരുമ്പോഴേ ലേസർ വരണമെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും ഓഷനെ പുറത്തേക്ക് കിടക്കട്ടെ കേട്ടോ. വെള്ളം നമുക്ക് നിസ്സാരം ഗൈസ്. വെള്ളത്തിൻ്റെ അകത്ത് നമുക്കൊരു സീനുമില്ല. വാട്ട് കുറച്ച് പറഞ്ഞോളൂ കേട്ടോ. അപ്പോഴേക്ക് ഇത്രയും ലോകം വാങ്ങുന്നുണ്ട് നമ്മൾ. നമുക്കെന്തായാലും താഴെ പോയിട്ട് ഇടിച്ച് നിൽക്കാട്ടോ അവിടെ. ഓ എൻ്റെ അമ്മ ഒരു വേവ് വന്നുണ്ടോ ഗൈസ്. അതാ അടുത്ത പ്ലെയിൻ കേട്ടോ. നമുക്ക് എന്തായാലും ഈ മഞ്ഞേൻ്റെ കൊടുക്കാം. അതിൻ്റെ ടയർ ഈ വഴി വരാൻ തോന്നുന്നു. നമുക്ക് ഇവിടെ നിൽക്കട്ടെ നൈസായിട്ട്. പ്ലെയിനിന് എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ നിങ്ങൾ കാത്തിരിക്കട്ടെ. എനിക്ക് തോന്നുന്നു പ്ലെയിൻ നമ്മൾ ഇടിച്ചപ്പോൾ തന്നെ പറന്ന് അപ്പുറത്തെ വീട്ടിൽ പോകുന്നു. വലിയ പ്ലെയിൻ കേട്ടോ ഗൈസ്. ഓ ആ പ്ലെയിൻ വീണ്ടും പറന്നു കേട്ടോ ഗൈസ്. പ്ലെയിനെ അവിടെ കാണാനില്ലല്ലോ ഗൈസ്. വാട്ട് ആ പ്ലെയിൻ ശരിക്കും പറക്കണ പോലെ ഗൈസ്. എൻ്റെ അമ്മോ. ഓ ഗൈസ് പ്ലെയിൻ പറന്നുണ്ട് ഗൈസ്. അതിൻ്റെ ചിറകൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു. അപ്പോൾ ഓണോക്കെ വിസയിൽ പോകണമല്ലേ ഗൈസ്. എൻ്റെ അമ്മ അതിൻ്റെ ചിറകൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പപ്പടം പൊടിയണ പോലെ കേട്ടോ ഗൈസ് പൊട്ടിയത്. എൻ്റെ അമ്മ നമ്മുടെ സ്പീഡ് ഉണ്ട്. നമുക്കൊന്നും പറ്റില്ല ഗൈസ്. നമ്മളിവിടുത്തെ മാൻ ഓഫ് സ്റ്റീലാണ് നമ്മൾ. ഓ വെള്ളത്തിലിറങ്ങിയപ്പോൾ തെളിച്ചം കണ്ടത്. ഓ സൂര്യപ്രകാശമൊക്കെ ഉണ്ട്. പോലീസുകാരന്മാരവിടെ ഗൈസ്. അതാ പോണു. പോലീസുകാരെ നിങ്ങൾക്കുള്ള പണി ഞാൻ തരാം. നമുക്കിനി പോലീസ് ഫൈറ്റ് എടുക്കാൻ പോട്ടെ ഗൈസ്. ഇഷ് കൺട്രോൾ കിട്ടാൻ പാടാണ് കേട്ടോ. ഇവരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ. എന്തൊട്ടും ഇവരിങ്ങനെ നമുക്കൊരു വിലയും തരുന്നില്ല കേട്ടോ. ഓ അവിടെ വാടാ നിങ്ങൾ അവിടെ ഹെലികോപ്റ്റർ നിങ്ങൾക്കൊക്കെ ഉള്ള പണി ഞാൻ തരാം. എല്ലാം നൈസ്. എൻ്റെ അമ്മ ഹെലികോപ്റ്ററൊക്കെ ഒറ്റയടി കത്തിപ്പോയി. ഹെലികോപ്റ്റർ അവിടെ കിടക്കുന്നു. ഹെലികോപ്റ്ററൊക്കെ പുല്ല് ഗൈസ്. അതാ പോലീസുകാർ ഇവരൊക്കെ നിങ്ങൾക്ക് വാട്ട് ഗൈസ് അവരെ ആയുധം കണ്ടോ ഗൈസ്. അതെന്താ ആയുധമെന്ന് വെച്ചാൽ ഗൈസ് അതാണ് നിങ്ങൾ ചിലപ്പോൾ സൂപ്പർമാൻ്റെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഒരു സ്റ്റോണ് ബാറ്റ്മാനിൽ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഈ ആയുധം എന്ന് വെച്ചാൽ ഏലിയൻസിനെ, അതായത് ഭൂമിക്ക് പുറത്തുനിന്ന് വരുന്ന ഒരാളെ അറ്റാക്ക് ചെയ്യാനാണ് കേട്ടോ ഈ ആയുധം. അത് പോലീസുകാരയിലുണ്ട്. അത് വെച്ച് നമ്മൾ അറ്റാക്ക് ചെയ്ത് നമുക്ക് നല്ലപോലെ ഹെൽത്ത് കുറയുന്നുണ്ട് കേട്ടോ. ഓ എൻ്റെ അമ്മ ആ ആയുധം സീനാണ് കേട്ടോ ഗൈസ്. അത് നമ്മൾ എന്തായാലും സൂക്ഷിക്കണം. അത് ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ വെച്ചേക്കണ ആയുധമാണ്. ഇവർ നമ്മളെ ഏലിയനാണ് ഗൈസ് വെച്ചേക്കണത്. നമ്മളെന്തായാലും ഏലിയനാണ്, അത് വേറെ കാര്യം. ഹെലികോപ്റ്ററൊക്കെ നമ്മൾ അടിച്ചിടാൻ പോട്ടെ ഗൈസ്. ഹൈറ്റൊക്കെ ഗൈസ് എൻ്റെ അമ്മു അതിന് ഹൈറ്റിൽ പോകണ്ട കേട്ടോ ഗൈസ്. അടിച്ചു പോകും ഗെയിം. ഓ കാറ് പൊടിഞ്ഞു കേട്ടോ ഗൈസ്. കാറൊക്കെ പൊടിഞ്ഞ് പപ്പടായി. ഓ കാറിൻ്റെ കറക്റ്റ് മേലാട്ടോ ഗൈസ് നമ്മൾ ഇടിച്ചത്. കാറ് പൊടിഞ്ഞു ഇല്ലാണ്ടായി. ഓ സൂര്യനുണ്ടോ ഗൈസ്. അതാണ് മാൻ ഓഫ് സ്റ്റീൽ. അവിടെ പോലീസുകാരൊക്കെ പോലീസുകാരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അവരൊക്കെ പേടിച്ചോടിപ്പോയി. പോലീസുകാരെ എയർപോർട്ടിലാണ് അതാ വരുന്നൊരുത്തൻ. നിങ്ങൾക്കുള്ള പണി തരാട്ടോ. ഓ നമ്മൾ വെറുതെ തൊട്ടാൽ മതി കേട്ടോ. വെറുതെ ഒരു ഒറ്റ ടച്ചു. ഈ ആയുധം നമ്മൾ തൊട്ടപ്പോഴേക്ക് ഒരു മാറിയിരുന്നു കേട്ടോ കാറൊക്കെ. ഓ ഒക്കെ എന്താടാ ആയുധം വെച്ച് ആക്രമിക്കണം. എല്ലാവനും അവനെ ചതച്ച് ജാമാക്കിയിട്ടുണ്ട്. അതാക്കണം അവിടെ ആൾക്കാരവിടെ കാണാനില്ല കേട്ടോ. വെറുതെ മിന്നലാളോ. പോലീസുകാരൊക്കെ പേടിച്ച് വിളിച്ചിരിക്കേ. പറഞ്ഞപ്പോഴേക്ക് വന്ന
ഇതേതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഗൈസ് അവർ നമ്മളെ കാണുമില്ല കേട്ടോ. നമ്മൾ തൊടുമ്പണ്ട ഗൈസ്, കാറൊക്കെ നമുക്ക് ഉറുമ്പാണ് തൊടുമ്പ്. വാട്ട് ഗൈസ്, നമ്മളിപ്പോൾ ഏറ്റവും സ്പീഡുള്ള കാർ ഓടിച്ചാൽ പോലും ഇത്ര വേഗമൊന്നും അവിടേക്ക് എത്തില്ല കേട്ടോ. എന്ത് പറക്കലാണ് ഗൈസ് അത് കാറ് പറഞ്ഞത്. നമ്മളൊന്ന് തൊട്ട് കൊടുത്തോളൂ കേട്ടോ, അപ്പോഴേക്കും ആ കാറ് തെറിച്ച് അപ്പുറത്തേക്ക് പോയി. ഗൈസ് ഇവരെ സൂക്ഷിക്കണം കേട്ടോ ഗൈസ്, ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമല്ലോ. അല്ല അവരെ നമുക്ക് മാപ്പിൽ വേറെ ആയിട്ട് കാണാം. കണ്ട് ഈ കയ്യിലുള്ള ആൾക്കാരെ നമുക്കെന്തോ ടാങ്ക് പോലെയൊക്കെ കാണുന്നത്. എങ്ങടമ്മ പോണത്? നമുക്ക് ചായ പിടിച്ചിട്ട് പോവാം. അല്ല ഓഹ്, കാറൊക്കെ ആളൊക്കെ തെറിച്ചു പോണു. ഓ ഹെലികോപ്റ്ററുകാരൊക്കെ ഉണ്ട്, തോറ്റു നിങ്ങളുടെ കത്തിക്കും ഞാൻ. അല്ല ഓരോ ഓഹ്, ഹെലികോപ്റ്റർ നമ്മുടെ കയ്യിലിരുന്ന് പൊട്ടിക്കിട്ടാ. പടക്കം കയ്യിലിരുന്ന് പൊട്ടാന്ന് കിട്ടുന്നുണ്ട്. ഹെലികോപ്റ്റർ നമ്മുടെ കയ്യിലിരുന്ന് പൊട്ടി. കാറൊക്കെ തെറിക്കുന്നു. ഇപ്പം ഞാനൊരു മൈക്കിടയിൽ ഫ്രാങ്ക്ലിൻ ട്രെവർ കൊണ്ടായിരുന്നെങ്കിൽ നമ്മളപ്പം ചത്തേനെ. ഹെലികോപ്റ്ററൊക്കെ അടുത്തുനിന്ന് പൊട്ടുമ്പോൾ സൂപ്പർ ഒറ്റ ഹെൽത്ത് പോലും കുറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറച്ച് മുന്നേ കുറഞ്ഞത്. ഓ ഈ ആയുധം ഗൈസ് ഡേഞ്ചറസ് എപ്പോഴാണ് കേട്ടോ. എനിക്കൊക്കെ ഉള്ള പണി ഞാൻ തരാം. അല്ലാതെ സാധനമൊക്കെ തെറിച്ചു പോയി. പോലീസുകാർ കാണിച്ചുതരാം നമ്മൾ ആരെ പവർ കാണിച്ചുതരണം ഗൈസ്. ഓ ലോസ് ആഞ്ചലസിൽ ലൈറ്റ് കത്തി തുടങ്ങിയിട്ടാ, രാത്രി തുടങ്ങി. നമുക്കിനി കുറച്ച് നൈറ്റ് ഫൈറ്റ് കാണാം കേട്ടോ ഗൈസ്. ഓ ഗൈസ് ഇവരിൽ ഈ ആയുധമുള്ളതുകൊണ്ട് ഇവർക്കൊന്നും പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളിവിടെ പിടിച്ചു കുത്തുമ്പോൾ അവരൊക്കെ തെറിച്ചു പോകേണ്ടത്. ഗൈസ് ഒരുത്തം മേടിച്ച് നമ്മുടെ ലൈഫ് കണ്ട ഗൈസ്. അത്ര പവറുണ്ട് ആയുധത്തിന്. തോക്കൊക്കെ കുഴപ്പമില്ല, തോക്കും മിസൈലൊക്കെ നമുക്ക് പുല്ല് ഗൈസ്. പോണു കാറ്. നമ്മുടെ പവറുണ്ട് ഗൈസ്. ഇവർക്കൊന്നും നമ്മളെ തോട്ടാനൊന്നും പറ്റൂല്ല. അല്ല നമ്മുടെ അവിടെ കളി. എയർപോർട്ട് നമ്മൾ കത്തിക്കും ഗൈസ്. കണ്ടോ ഇവിടെ പ്ലെയിനൊന്നും ഇവിടെ അടച്ചിട്ടേക്കാട്ടോ. ഇവിടെ സൂപ്പർമാനെന്നുള്ള ഇത് കിട്ടിയിട്ട് പ്ലെയിനൊക്കെ ഉടയ്ക്കുന്ന ലാൻഡിങ്ങില്ല. അവിടെ താ നിൽക്കണം. ഇതിനൊക്കെയുള്ള പണി ഞാൻ തരാന്ന് പറഞ്ഞാൽ നേരെ ഹെലികോപ്റ്ററിൻ്റെ അകത്തൊക്കെ ഉള്ള ആൾക്കാരില്ല അതിൻ്റെ ആയുധം. എൻ്റെ വോയിസ് രാത്രി തുടങ്ങിയിട്ടാ. ഹെലികോപ്റ്ററൊക്കെ നിറഞ്ഞ നേരെ ഹെലികോപ്റ്റർ കത്തിച്ചു വിടാൻ ട്രേസ്. നമ്മളൊക്കെ പടക്കം പൊട്ടണ പോലെ നമുക്ക് ഇവിടെ ഫുള്ള് കത്തിക്കട്ടോ ഗൈസ്. നമ്മളെ എയർപോർട്ട് കത്തിച്ചു വിടാൻ പോകുക. ബൂം, ഇടിച്ചിട്ടൊന്നും പറ്റിയില്ലല്ലോ. ആക്കുന്നു പക്ഷെ കൊണ്ടില്ലേ. അടുത്ത് അവിടെ വാടാ നമുക്ക് ആ മലയിൽ പോയിട്ട് ഫുൾ ഫോഴ്സിൽ ഇടിച്ചു നോക്കട്ടെ എന്താ സംഭവിക്കാൻ നോക്കാം. ഫുൾ ഫോഴ്സിലാണ് ടേസ്റ്റ് നമ്മളിപ്പോൾ പോകണം. നമുക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റും. ഒറ്റയടിക്ക് നമ്മൾ ഹാഫ് മാപ്പ് കവർ ചെയ്തു. ബൂം. ഗൈസ് മല അടക്കം പൊളിഞ്ഞു കേട്ടോ. അവിടെ മലയുടെ കഷ്ണങ്ങളൊക്കെ വരുന്നു. നമ്മുടെ പവറുണ്ട്. നമുക്കൊന്ന് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകട്ടെ. നിങ്ങൾ സ്പീഡൊന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. പോലീസ് മിന്നി തുടങ്ങി. അങ്ങനെ ഇപ്പം നിങ്ങൾ മിന്നാമിനിങ് നിങ്ങൾ. മേസ് ബാങ്ക് ഉണ്ടോ ഗൈസ്? മേസ് ബാങ്ക് നമുക്ക് ഇവിടെ ഇറങ്ങാട്ടോ നൈസായിട്ട്. എന്താണ് ഗൈസ് വ്യൂ നോക്ക് ഗൈസ്. ആസ് എ സൂപ്പർമാൻ നമ്മുടെ വ്യൂ കണ്ടേ. നമ്മളെ എതിർക്കാൻ ആരുമില്ല കേട്ടോ ഗൈസ്. എവിടെ പോലീസുകാരൊക്കെ പോയിട്ടാ ഗൈസ്. അപ്പം എന്തായാലും നല്ലപോലെ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോടെ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തോടെ കാണാം. ടാറ്റാ ബൈ ബൈ.